പ്രിയപ്പെട്ട സുഹൃത്ത് നമസ്കാരം. ജേഡീസ് കറണ്ട് അഫേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 18 ലേറ്റസ്റ്റ് കറണ്ട് അഫേഴ്സുമായി ജേഡീസ് കറണ്ട് അഫേഴ്സ്. ഇന്ന് ലോകത്തെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡ് ഏതാണ്? ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ ഇടം നേടിയിട്ടുള്ള ഇന്ന് ലോകത്തിലുള്ള ഏറ്റവും സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡ് ആണ് സൗദി അറേബ്യയിലെ ഹൈവേ 10. 240 കിലോമീറ്റർ സ്ട്രെയിറ്റ് റോഡായിട്ട് പോകുന്ന ഈ റോഡ് ഇത് കവർ ചെയ്യണമെങ്കിൽ 2 മണിക്കൂർ എടുക്കും. അതായത് 2 മണിക്കൂർ കൊണ്ട് 240 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ ആവറേജ് 120 കിലോമീറ്റർ പെർ ഹവർ ആയിരിക്കുള്ളൂ വണ്ടിയുടെ സ്പീഡ്. ഹൈവേ 10 എന്ന് പറയുന്ന റോഡ് ഇതിന്റെ നീളം എന്ന് പറയുമ്പോൾ 916 മൈൽ ആണ്, ഏതാണ്ട് 1474 കിലോമീറ്റർ. ഇതിൽ 240 കിലോമീറ്റർ ആണ് സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്ന റോഡ്. ഇത് റബ് അൽ ഖലി ഡെസേർട്ടിലൂടെ കടന്നു പോകുന്ന ഒരു റോഡാണ്. അപ്പൊ നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം, ഒരു റോഡ് ഒരു വളവില്ലാതെ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ഡെസേർട്ടിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന റോഡ്, ഇതിന്റെ കിലോമീറ്റർ എന്ന് പറയുമ്പോൾ 240 കിലോമീറ്റർ ഹൈവേ 10 എന്ന് പറയുന്ന സൗദി അറേബ്യയിലെ റോഡ് ആണ്. ഇതേപോലുള്ള കാര്യങ്ങൾ നമ്മൾ അറിയും തോറും അത് നമുക്കൊരു ആകാംക്ഷയും ഒരു നോളജുമാണ്. ഇത്തരത്തിലുള്ള കുറെ കാര്യങ്ങളാണ് ജേഡീസ് കറണ്ട് അഫേഴ്സ് ഓരോ ദിവസം നൽകി വരുന്നത്. ഇതിൽ പല കാര്യങ്ങളും എക്സാംസ് ആയിട്ട് ബന്ധപ്പെട്ടതാണ്. ഓരോ കോമ്പറ്റേറ്റീവ് എക്സാം നമുക്കറിയാം, ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എപ്പോഴും ഒരു പ്രാധാന്യമുണ്ട്. അപ്പോൾ ജേഡീസ് കറണ്ട് അഫേഴ്സിന്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് ഇന്നത്തെ മറ്റു കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. നൂതന സംരംഭകർ, സ്റ്റാർട്ടപ്പുകൾ എന്നിവരെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് ആരംഭിച്ച ദൗത്യത്തിന്റെ പേര് ഉന്നതി സ്റ്റാർട്ടപ്പ് സിറ്റി പ്രോഗ്രാം. ഉന്നതി സ്റ്റാർട്ടപ്പ് സിറ്റി പ്രോഗ്രാം ഇത് കേരള സ്റ്റാർട്ടപ്പ് മിഷനും ഷെഡ്യൂൾ കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾ ട്രൈബ്സ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് സംയുക്തമായിട്ട് നടത്തുന്ന സ്റ്റാർട്ടപ്പിന് വേണ്ടി നടത്തുന്ന ഒരു പ്രോഗ്രാം ആണ്. 2023 ഒക്ടോബറിൽ ഇതിന്റെ ഫസ്റ്റ് ബാച്ചിലേക്കുള്ള ആപ്ലിക്കേഷൻ സ്വീകരിച്ചിരുന്നു. രണ്ടാമത്തെ ബാച്ചിലേക്കുള്ള ആപ്ലിക്കേഷൻ ആണ്, പുതിയ ബാച്ചിലേക്കുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ് ഇപ്പോൾ പ്രൊമോട്ടേഴ്സിനെയാണ് ഇപ്പോൾ ഉന്നതി സ്റ്റാർട്ടപ്പ് സിറ്റി പ്രോഗ്രാമിലൂടെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഉന്നതി സ്റ്റാർട്ടപ്പ് സിറ്റി പ്രോഗ്രാം ഇത് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ KSUM, ഷെഡ്യൂൾ കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾ ട്രൈബ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ഇന്നോവേറ്റേഴ്സ് ഓണ്ടർപ്രണേഴ്സിനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള, അതായത് ഷെഡ്യൂൾ ട്രൈബ് കമ്മ്യൂണിറ്റീസിലെ പുതിയ സ്റ്റാർട്ടപ്പുകൾ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രോഗ്രാം ആണിത്. UK ഏറ്റവും ധനികൻ ആരാണ്? ഗോപി ഹിന്ദുജ. അപ്പൊ നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒന്നാണ് ലോകത്തിലെ ഏറ്റവും വലിയ ധനികൻ ആരാണെന്നും ഇന്ത്യയിലെ ഏറ്റവും വലിയ ധനികൻ ആരാണെന്നൊക്കെ. UK ഏറ്റവും ധനികനായിട്ടുള്ള വ്യക്തിയാണ് ഗോപി ഹിന്ദുജ. 37.2 ബില്യൺ പൗണ്ട് ആണ് അദ്ദേഹത്തിന്റെ വെൽത്ത്. 2 വർഷം മുമ്പ് യുകെയുടെ ഇപ്പോഴത്തെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ഋഷി സുനാക്കിനെയും വൈഫ് അക്ഷത മൂർത്തിയെയും ധനികന്മാരുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരുന്നു. ആ സമയത്ത് ഋഷി സുനാക്കിന്റെ റാങ്ക് ആയിരുന്നു 275 റാങ്ക്. എന്നാൽ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ പുറത്തിറക്കിയിട്ടുള്ള സൺഡേ ടൈംസ് റിച്ച് ലിസ്റ്റ് പ്രകാരം UK പ്രൈം മിനിസ്റ്റർ ഋഷി സുനാക്കിന്റെ റാങ്ക് ഇപ്പോൾ 245 എത്തി. ഇന്ന് ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഹിന്ദുജ ഗ്രൂപ്പിന്റെ ഉടമസ്ഥനാണ് ഗോപി ഹിന്ദുജ. ഇദ്ദേഹം ഇന്ത്യൻ ബ്രിട്ടീഷ് ബിസിനസ് പേഴ്സൺ ആണ്. ഇദ്ദേഹമാണ് UK ഏറ്റവും ധനികനായിട്ടുള്ള വ്യക്തി. 2024 മെയ് 16 സുപ്രീം കോടതി ബാർ അസോസിയേഷന്റെ പ്രസിഡന്റായി ആരാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്? കപിൽ സിബാൽ. രാജ്യസഭ MPയും മുതിർന്ന അഭിഭാഷകനായിട്ടുള്ള കപിൽ സിബാൽ, നമ്മൾ സ്ഥിരമായിട്ട് പത്രങ്ങൾ കാണുന്ന ഒരു വ്യക്തിത്വമാണ് കപിൽ സിബാൽ. ഇദ്ദേഹം 3 പ്രാവശ്യമാണ് സുപ്രീം കോർട്ട് ബാർ അസോസിയേഷന്റെ പ്രസിഡന്റ് ആയിട്ടുള്ളത്. ഇപ്പോൾ വീണ്ടും അദ്ദേഹം സുപ്രീം കോർട്ട് ബാർ അസോസിയേഷന്റെ പ്രസിഡന്റ് ആയിരിക്കുകയാണ്. ഇന്ന് സുപ്രീം കോർട്ട് ബാർ അസോസിയേഷന് 2850 മെമ്പേഴ്സ് ആണുള്ളത്. 2850 മെമ്പേഴ്സ് അടങ്ങുന്ന സുപ്രീം കോർട്ട് ബാർ അസോസിയേഷന്റെ ഇലക്ഷനിലെ 2330 അഡ്വക്കേറ്റ്സ് ആണ് വോട്ട് ചെയ്തിട്ടുള്ളത്. ഇതിൽ 1066 വോട്ട് ആണ് കപിൽ സിബാലിന് ലഭിച്ചിട്ടുള്ളത്. ഇപ്പോഴത്തെ പ്രസിഡന്റ് ആയിട്ടുള്ള ആദിഷ് അഗർവാളിന് 307 വോട്ടും കപിൽ സിബാലിനെ എതിരായിട്ട് നിന്നിട്ടുള്ള സുപ്രീം കോർട്ട് ബാർ അസോസിയേഷന്റെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള പ്രദീപ് റായ്ക്ക് 689 വോട്ട് ആണ് ലഭിച്ചത്. അപ്പൊ അങ്ങനെ പറയുമ്പോൾ ഇന്ന് ഏറ്റവും കൂടുതൽ വോട്ട് ലഭിച്ചിട്ടുള്ളത് കപിൽ സിബാൽ 1066 വോട്ട് നേടിക്കൊണ്ട് സുപ്രീം കോർട്ട് ബാർ അസോസിയേഷന്റെ പ്രസിഡന്റ് ആയിട്ട് വീണ്ടും ഇലക്റ്റഡ് ആയി. സിംഗപ്പൂരിന്റെ പുതിയ പ്രധാനമന്ത്രിയായി ആരാണ് സത്യപ്രതിജ്ഞ ചെയ്തത്? ലോറൻസ് വോങ്. സിംഗപ്പൂർ എന്ന രാജ്യം ഇത് സ്വതന്ത്രമായിട്ടുള്ളത് 1965 ഓഗസ്റ്റ് 9 സിംഗപ്പൂരിന്റെ സ്വാതന്ത്ര്യത്തിന് ശേഷം ജനിച്ച ഒരു വ്യക്തി സിംഗപ്പൂരിന്റെ പ്രൈം മിനിസ്റ്റർ ആകുന്നത് ലോറൻസ് വോങ് ആണ്. അതിനു മുമ്പുള്ള പ്രൈം മിനിസ്റ്റേഴ്സ് എല്ലാം സിംഗപ്പൂർ സ്വാതന്ത്ര്യം ആകുന്നതിന് മുമ്പ് ജനിച്ച വ്യക്തികളാണ്. എന്നാൽ
എന്നാൽ ലോറൻസ് വോങ്ങിന്റെ ഏജ് ആണ് 51 വയസ്സ്. ഇദ്ദേഹം ഏതാണ്ട് 20 വർഷത്തെ ഒരു ലീഡർഷിപ്പിന് മാറ്റത്തിന് ശേഷമാണ് സിംഗപ്പൂരിൽ ഇപ്പോൾ പുതിയൊരു പ്രൈം മിനിസ്റ്റർ ആയിട്ട് ഇലക്റ്റഡ് ആയിട്ടുള്ളത്. അദ്ദേഹം 72 വയസ്സുള്ള ലീ സെയിൻ ലോങ്ങിനെ പകരമായിട്ടാണ് ഇപ്പോൾ ലോറൻസ് വോങ് സിംഗപ്പൂരിന്റെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ളത്. 2027 വനിതാ ലോകകപ്പിന് ആതിഥ്യം വഹിക്കാൻ തിരഞ്ഞെടുത്ത രാജ്യം ഏതാണ്? ബ്രസീൽ. ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ പോപ്പുലർ ആയിട്ടുള്ള ഒരു സ്പോർട്സ് ആണ് ഫുട്ബോൾ. ഫുട്ബോളിന്റെ 2027 വനിതാ ലോകകപ്പ് ആതിഥ്യം വഹിക്കാൻ ഒരുങ്ങുന്ന രാജ്യമാണ് ബ്രസീൽ. 2023 ഓസ്ട്രേലിയയും ന്യൂസിലാൻഡ് ആയിരുന്നു വനിതാ ലോകകപ്പ് ആതിഥ്യം വഹിച്ചിട്ടുള്ള രാജ്യം. ഒരു സൗത്ത് അമേരിക്കൻ രാജ്യം ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു വുമൻസ് ലോകകപ്പ് ആതിഥ്യം വഹിക്കാൻ പോകുന്നത്. 2014 മെൻസ് വേൾഡ് കപ്പ് നടന്നിട്ടുള്ളത് ബ്രസീലിലാണ്. ഏതാണ്ട് 10 ഇന്റർനാഷണൽ സ്റ്റേഡിയംസ് ഉള്ള ഒരു രാജ്യമാണ് ബ്രസീൽ. വരാൻ പോകുന്ന 2027 ഫിഫ വുമൻസ് വേൾഡ് കപ്പിന്റെ ആതിഥ്യം വഹിക്കാൻ പോകുന്ന രാജ്യമായിട്ട് മാറുകയാണ് ബ്രസീൽ. ഏത് മേഖലയിലേക്ക് അസാധാരണമായ സംഭാവനകൾ നൽകുന്ന വ്യക്തികൾക്കായി UAE 10 വർഷത്തെ ബ്ലൂ റെസിഡൻസ് വിസ അവതരിപ്പിക്കുന്നു? പരിസ്ഥിതി സംരക്ഷണം, അതായത് എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ. UAE യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിന്റെ ഒരു പുതിയൊരു മാറ്റമാണ്. അതായത് പരിസ്ഥിതി സംരക്ഷണം ആയിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് UAE 10 വർഷത്തെ റെസിഡൻസ് വിസ അനുവദിക്കുകയാണ്. ഈ ഒരു വിസയ്ക്ക് പറയുന്ന പേരാണ് ബ്ലൂ റെസിഡൻസ് വിസ. ഈ ബ്ലൂ വിസ അത് ലഭിക്കണമെങ്കിൽ മറൈൻ ലൈഫ്, എക്കോസിസ്റ്റം, എയർ ക്വാളിറ്റി, സസ്റ്റൈനബിലിറ്റി ടെക്നോളജി എന്നിവയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വ്യക്തികൾക്ക് മാത്രമാണ് ബ്ലൂ റെസിഡൻസ് വിസ ലഭിക്കുക. ഈ കാര്യം അറിയിച്ചിട്ടുള്ളത് UAEയുടെ ഇപ്പോഴത്തെ പ്രൈം മിനിസ്റ്ററും വൈസ് പ്രസിഡന്റും അതുപോലെ തന്നെ മിനിസ്റ്റർ ഓഫ് ഡിഫൻസ് ആയിട്ടുള്ള ഷെയ്ഖ് മുഹമ്മദ് ബിൻ റഷീദ് അൽ മക്തോമാണ്. ലോക ഹൈപ്പർ ടെൻഷൻ ദിനം ഏത് തീയതിയിലാണ് ആഘോഷിക്കുന്നത്? 17 മെയ്. എല്ലാ വർഷം മെയ് 17 വേൾഡ് ഹൈപ്പർ ടെൻഷൻ ഡേ ആയിട്ട് ആചരിക്കുന്നത്. ഒരു മനുഷ്യരിൽ കാണുന്ന ഒരു സൈലന്റ് കില്ലർ ആണ് BP, ബ്ലഡ് പ്രഷർ. ഇതുകൊണ്ട് ഉണ്ടാകുന്ന ഒന്നാണ് ഹൈപ്പർ ടെൻഷൻ. അപ്പോൾ ഇതിനെ പ്രതിരോധിക്കണമെങ്കിൽ, അതായത് സൈലന്റ് കില്ലറിനെ നമുക്ക് ചെറുക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം കൃത്യമായിട്ട് നമ്മുടെ ബ്ലഡ് പ്രഷർ മെഷർ ചെയ്യുക, ഒപ്പം തന്നെ കൺട്രോൾ ചെയ്യുക, എന്നിട്ട് കൂടുതൽ കാലം ജീവിക്കുക. ഇതാണ് ഈ പ്രാവശ്യത്തെ 2024 തീം. അതായത് മെഷർ യുവർ ബ്ലഡ് പ്രഷർ അക്യുറേറ്റ്ലി, കൺട്രോൾ ഇറ്റ്, ലീവ് ലോങ്ങർ. അപ്പം എല്ലാ വർഷവും മെയ് 17 വേൾഡ് ഹൈപ്പർ ടെൻഷൻ ഡേ ആയിട്ട് ലോകം ആഘോഷിക്കുന്നു. ഇന്നലെ മെയ് 17 ഇന്നലത്തെ കറണ്ട് അഫയേഴ്സിലെ ഒരു ചോദ്യമായിരുന്നു, ധ്യാൻചന്ദ് ഖേൽ രത്ന പുരസ്കാരം നേടിയ ഏക ഫുട്ബോൾ താരം ആരാണ്? ഇതിന്റെ ഉത്തരം സുനിൽ ഛേത്രി. ഇപ്പൊ സുനിൽ ഛേത്രിയാണ് ധ്യാൻചന്ദ് ഖേൽ രത്ന പുരസ്കാരം നേടിയിട്ടുള്ള ഏക ഫുട്ബോൾ താരം. ലേറ്റസ്റ്റ് ആയിട്ട് പറയുമ്പോൾ സുനിൽ ഛേത്രി ഇന്റർനാഷണൽ മത്സരത്തിൽ നിന്ന് അദ്ദേഹം വിരമിക്കുകയാണ്. വരാൻ പോകുന്ന ജൂൺ 6 ഫിഫ വേൾഡ് കപ്പ് ക്വാളിഫൈ മാച്ച് നടക്കാൻ പോകുന്നുണ്ട് കൽക്കട്ടയിൽ സാൾ സ്റ്റേഡിയത്തിൽ. ഇവിടെ വെച്ച് ഖത്തർ ആയിട്ടുള്ള ഒരു മത്സരം അതായിരിക്കുള്ളൂ സുനിൽ ഛേത്രിയുടെ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് വരുന്ന അവസാനത്തെ ഒരു ഇന്റർനാഷണൽ മത്സരം. ജെഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നലത്തെ ഈ ചോദ്യത്തിന് മറുപടി നൽകിയിട്ടുള്ള ഓരോരുത്തർക്കും ജെഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ആശംസകൾ. നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ഒന്നുകൂടി റിവൈസ് ചെയ്യാം. നൂതന സംരംഭകർ, സ്റ്റാർട്ടപ്പുകൾ എന്നിവരെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് ആരംഭിച്ച ദൗത്യത്തിന്റെ പേര് ഉന്നതി സ്റ്റാർട്ടപ്പ് സിറ്റി പ്രോഗ്രാം. UK ഏറ്റവും ധനികൻ ആരാണ്? ഗോപി ഹിന്ദുജ. 2024 മെയ് 16 സുപ്രീം കോടതി ബാർ അസോസിയേഷന്റെ പ്രസിഡന്റായി ആരാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്? കപിൽ സിബാൽ. സിംഗപ്പൂരിന്റെ പുതിയ പ്രധാനമന്ത്രിയായി ആരാണ് സത്യപ്രതിജ്ഞ ചെയ്തത്? ലോറൻസ് വോങ്. 2027 വനിതാ ലോകകപ്പിന് ആതിഥ്യം വഹിക്കാൻ തിരഞ്ഞെടുത്ത രാജ്യം ഏതാണ്? ബ്രസീൽ. ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ നേരായ പാതയായി ഗിന്നസ് വേൾഡ് റെക്കോർഡ്സ് അംഗീകരിച്ചത് ഏത് രാജ്യത്തിന്റെ ഹൈവേയാണ്? സൗദി അറേബ്യ. ഏത് മേഖലയിലേക്കാണ് അസാധാരണമായ സംഭാവനകൾ നൽകുന്ന വ്യക്തികൾക്കായി UAE 10 വർഷത്തെ ബ്ലൂ റെസിഡൻസ് വിസ അവതരിപ്പിക്കുന്നത്? പരിസ്ഥിതി സംരക്ഷണം. ലോക ഹൈപ്പർ ടെൻഷൻ ദിനം ഏത് തീയതിയിലാണ് ആഘോഷിക്കുന്നത്? 17 മെയ്. ഇന്ന് മെയ് 18 ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ഒരു ചോദ്യമാണ്, DRDO എയറോനോട്ടിക്കൽ ടെസ്റ്റ് റേഞ്ച് ഈസ് ലൊക്കേറ്റഡ് നിയർ വിച്ച് സിറ്റി? DRDO എയറോനോട്ടിക്കൽ ടെസ്റ്റ് റേഞ്ച് ഏത് നഗരത്തിനടുത്താണ് സ്ഥിതി ചെയ്യുന്നത്? 3 ഓപ്ഷൻസ് ആണ് നൽകിയിട്ടുള്ളത്. ഈ ചോദ്യത്തിന്റെ ഉത്തരം അറിയാമെങ്കിൽ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ അഭ്യർത്ഥിക്കുന്നു. നാളത്തെ കറണ്ട് അഫയേഴ്സിൽ ഇതിന്റെ ഉത്തരം ഉണ്ടായിരിക്കും.
ഓരോ കോമ്പറ്റേറ്റീവ് എക്സാമിനും കറണ്ട് അഫയേഴ്സിന് പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് നമ്മളെന്നും കറണ്ട് അഫയേഴ്സിന് വേണ്ടി സമയം കണ്ടെത്തുകയാണെങ്കിൽ ആ ഒരു ഏരിയയിൽ നമുക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കും. നമ്മൾ അതിന് വേണ്ടത് സമയമാണ്. കൃത്യമായിട്ട് നമ്മൾ സമയം ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് എവിടെയും വിജയിക്കാൻ സാധിക്കും. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.